നിങ്ങൾ കണ്ടല്ലോ, ഇവിടെ ഈ കാട് പിടിച്ച് കിടക്കുക. ഇവിടെ സന്ധ്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ അനാശാസ്യങ്ങളാണ്. പക്ഷെ ഇവിടെ ഒരു സെക്യൂരിറ്റി ഇല്ല. ഉള്ള മതിലുകളെല്ലാം പൊളിഞ്ഞു കിടക്കുന്നു. ഏത് ഭാഗത്തുകൂടിയും ഈ ഗ്രൗണ്ടിൽ കയറാനും ഇതിലെ വേണമെങ്കിൽ ഓടിപ്പോകാനും പറ്റുന്ന ഒരു സാഹചര്യമാണ് ഈ ഇവിടെയുള്ളത്. ഇത് തൊട്ടടുത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. ഞങ്ങൾക്ക് പോലും ഇത് രാത്രിയിൽ വീടുകളിലെല്ലാം ക്യാമറ പിടിപ്പിച്ചും ഒക്കെയാണ് ഞങ്ങൾ കുറച്ച് സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്നത്. ഗാന്ധിനഗർ ആർപ്പൂക്കര വൊക്കേഷണൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഗ്രൗണ്ടിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായത്. ഈ ഗ്രൗണ്ടിൽ വൈകുന്നേരം നാട്ടുകാർ ചിലർ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 5 മണിക്ക് ശേഷമായിരുന്നു ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്നത്. അതിനിടെ പന്ത് സമീപത്തെ ഈ കാട് കയറിയ പ്രദേശത്തേക്ക് പോയി. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വലിയൊരു മരവും മുറിച്ചിട്ടതിന്റെ ഭാഗങ്ങളും മരത്തിന്റെ ഭാഗങ്ങളും കാണാം. അതിന്റെ പുറകുഭാഗത്തേക്ക് പോയി. ആ ഭാഗത്ത് പന്ത് തപ്പാനായി നാട്ടുകാർ എത്തിയപ്പോഴാണ് ഈ തലയോട്ടിയും അതോടൊപ്പം തന്നെ അസ്ഥിയുടെ അവശിഷ്ടങ്ങളും കണ്ടെത്തിയത്. തുടർന്ന് അവർ ഗാന്ധിനഗർ പോലീസിനെ വിവരമറിയിക്കുകയും പോലീസ് ഈ സ്ഥലത്തെത്തി സ്ഥലം ബന്ദോബസ്താക്കുകയും ചെയ്തു. പിന്നീട് ഇന്ന് രാവിലെയാണ് ഫോറൻസിക്കും അതോടൊപ്പം തന്നെ മറ്റ് ശാസ്ത്രീയ പരിശോധനാ വിഭാഗങ്ങളുമൊക്കെയും ചേർന്നുകൊണ്ടുള്ള പരിശോധന നടത്തിയത്. എന്തായാലും ഇപ്പോഴും പരിശോധനകൾ പുരോഗമിക്കുകയാണ്. ഗാന്ധിനഗർ പോലീസിന്റെയും അതോടൊപ്പം ഫോറൻസിക് വിരലടയാള വിദഗ്ധരടക്കമുള്ളവരുടെ നേതൃത്വത്തിലാണ് ഈ പരിശോധനകൾ പുരോഗമിക്കുന്നത്. 40 വയസ്സിന് ഏറെ പ്രായമുള്ള വ്യക്തിയുടെ എന്ന് സംശയിക്കുന്ന അസ്ഥികൂടത്തിന്റെ അവശിഷ്ടങ്ങളും തലയൊട്ടിയുടെ ഭാഗങ്ങളുമാണ് കിട്ടിയത്. എന്തായാലും ഏത് ലിംഗത്തിൽപ്പെട്ട ആളാണ്, സ്ത്രീയാണോ പുരുഷനാണോ മരിച്ചതെന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ തെളിയിക്കാനാകൂ. അതുകൊണ്ട് അത്തരം ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷം മാത്രമേ അത്തരത്തിലൊരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയൂ എന്നാണ് പോലീസ് അറിയിക്കുന്നത്. എന്തായാലും നാട്ടുകാരായ ചിലർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ചേട്ടാ ഈ സംഭവം? നിങ്ങൾ എങ്ങനെയാണ് ഇത് അറിഞ്ഞത്? പേരെങ്ങനെയാണ്? എൻ്റെ പേര് ഗോപിനാഥൻ നായർ. ഞങ്ങൾ ദിവസം ഇവിടെ പിള്ളേരുമായിട്ട് കളിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ഒരു 7 മണി വരെ ഇവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങളൊന്നും കണ്ടില്ല. അത് കഴിഞ്ഞ് ഇന്നലെ ഈ പ്രാക്ടീസിനുള്ള പിള്ളേരാണ് ബോൾ അടിച്ചപ്പോഴത്തേനും ഇങ്ങോട്ട് പോയി. അപ്പോൾ അവർ ബോൾ എടുക്കാൻ ചെന്നപ്പോഴാണ് കണ്ടെന്നുള്ളതാണ് സംഭവം. പക്ഷേ ഇതിവിടെ അറിയേണ്ട കാര്യം, നാട്ടുകാരെ എന്നുള്ള നിങ്ങൾ പത്രമാധ്യമങ്ങൾ വെളിയിൽ വിടേണ്ട കാര്യം, നിങ്ങൾ കണ്ടല്ലോ, ഇവിടെ ഈ കാട് പിടിച്ച് കിടക്കുക. ഇവിടെ സന്ധ്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ അനാശാസ്യങ്ങളാണ്. പക്ഷെ ഇവിടെ ഒരു സെക്യൂരിറ്റി ഇല്ല. ഉള്ള മതിലുകളെല്ലാം പൊളിഞ്ഞു കിടക്കുന്നു. ഏത് ഭാഗത്തുകൂടിയും ഈ ഗ്രൗണ്ടിൽ കയറാനും ഇതിലെ വേണമെങ്കിൽ ഓടിപ്പോകാനും പറ്റുന്ന ഒരു സാഹചര്യമാണ് ഈ ഇവിടെയുള്ളത്. ഇത് തൊട്ടടുത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. ഞങ്ങൾക്ക് പോലും ഇത് രാത്രിയിൽ വീടുകളിലെല്ലാം ക്യാമറ പിടിപ്പിച്ചും ഒക്കെയാണ് ഞങ്ങൾ കുറച്ച് സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്നത്. അതല്ലാന്ന് ഈ സ്കൂളിൻ്റെ ഇവിടുത്തെ ജില്ലാ പഞ്ചായത്ത് ആയിക്കോട്ടെ മറ്റുള്ളവരായിക്കോട്ടെ ഈ സ്കൂളിനെ തീർത്തും അവഗണിക്കുന്ന രീതിയാണ്. ഈയിടെ ഒരു കെട്ടിടം പണിതു, അത് ശരിയാ, അത് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കെട്ടിടം കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. പരിസരങ്ങൾ വൃത്തിയാക്കുന്നില്ല. പരിസരങ്ങൾ കൂടിയുള്ള ഗുണ്ടായിസ്, ഇവിടെ കഞ്ചാവടി, മറ്റുള്ള മരുന്നുകൾ, സാമൂഹിക വിരുദ്ധരുടെ ഒത്തിരി ശല്യങ്ങളുണ്ട്. ശല്യം ധാരാളമുണ്ട്. അതുപോലെ ഇവിടുന്ന് ഒരു ഇടത്തുണ്ട് ഈ സ്കൂളിൽ സൈഡിൽ. അവിടെയൊക്കെ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ ആളുകൾ നിന്ന് പുകവലിക്കുക അങ്ങനെയുള്ള. ഇവിടെയാണ് ക്ഷേത്രത്തിന് മുൻപിലുള്ള ഈ ഭാഗം ഇതുപോലെ മോശമായി കാട് പിടിച്ച മോശ സംഭവങ്ങൾ ഈ കോമ്പൗണ്ടിൽ നടക്കുന്നതായിട്ടൊക്കെ നമ്മൾ അറിയുന്നുണ്ടായിരുന്നു. ഇപ്പം ഞങ്ങളൊക്കെ ഈ കോമ്പൗണ്ടിന് ഓപ്പോസിറ്റിൽ താമസിക്കുന്നവരാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ തൊട്ടടുത്ത് തന്നെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ SME മെഡിക്കൽ എഡ്യൂക്കേഷൻ, അതോടെയൊക്കെയുള്ള കുട്ടികൾ ധാരാളം പഠിക്കുന്ന ഒരു ഏറ്റവും നല്ല ഏരിയയാണ് ഈ ആർപ്പൂക്കരയിലെ ഈ ഭാഗം എന്ന് പറയുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഒരു രോഗി, മാനസികഭ്രാന്തിയുള്ള രോഗി അവിടെ നിന്ന് ഇറങ്ങി വരികയും ഇവിടെ എല്ലാ വീടുകളിലും വന്ന് ഭയപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിലോട്ട് വിളിച്ചറിയിച്ച് അവിടുന്ന് ആളുകൾ പോലീസ് അവിടെ വന്ന് കൂട്ടിക്കൊണ്ട് വന്നു. അതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്നതാണ്. ഇത് അങ്ങനെ ആരെങ്കിലും സംശയിക്കുന്ന ആളുകളുണ്ട്? ഈ കാണാതെ പോയ ആളുകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്? അസ്ഥി കൂടെ നമ്മുടെ അറിവിലൊന്നും മനസ്സിലാവുന്നില്ല. നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതിപ്പോ ഒരു വർഷമേലും ആയിട്ടുണ്ട് ഈ ഇത് വന്ന് കൊണ്ടിട്ടിട്ട്. നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം, പഞ്ചായത്തിന്റെ ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ട്. ആ വെയിറ്റിംഗ് ഷെഡ് കുറഞ്ഞ ഒരു 20 വർഷമായിട്ട് അത് വെയിറ്റിംഗ് ഷെഡായിട്ട് ഉപയോഗിക്കുന്നില്ല. അവിടെ വേറെ സാമൂഹ്യ വിരുദ്ധരാണ് അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പൊളിച്ചു മാറ്റണമെന്ന് പല പ്രാവശ്യം പഞ്ചായത്ത് പറഞ്ഞിട്ടുള്ള. എന്തായാലും ഒട്ടേറെ ആശങ്കകൾ നാട്ടുകാർ പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. ഒരു സ്കൂൾ കോമ്പൗണ്ട് പരിസരത്ത് നിന്ന്, അതായത് ഗ്രൗണ്ടിനോട് ചേർന്നാണ് ഈ അസ്ഥി കഷ്ണങ്ങൾ കണ്ടെത്തിയത്. ഇവിടെ രാത്രികാലങ്ങളിൽ സാമൂഹിക വിരുദ്ധ ശല്യം രൂക്ഷമാണ്. അതിൽ അധികൃതർ ഇടപെടുന്നില്ല എന്നുള്ള പരാതിയും നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. ക്യാമറമാൻ ടിബിൻ ഡൊമിനിക്കിനോടൊപ്പം ആർപ്പൂക്കരയിൽ നിന്നും ജോസി ബാബു, മീഡിയ 1.